ഒരു നിമിഷം കണ്ണടച്ചാൽ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന അതിവേഗ ട്രെയിനുകൾ ഇല്ലാത്ത ഒരു ലോകം ചിന്തിക്കൂ. ദൂരം ഭയപ്പെടുത്തുന്ന കാലം. മനുഷ്യൻ കാൽനടയായും കുതിരപ്പുറത്തുമായിരുന്നു സഞ്ചാരം. എന്നാൽ ഒരു പുകമേഘം ഉയർന്ന ദിവസം മനുഷ്യചരിത്രം പുതിയ പാതയിലേക്ക് കുതിച്ചു. അതാണ് തീവണ്ടിയുടെ ജനനം. മനുഷ്യന്റെ ആദ്യ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും വിപ്ലവകരമായത് ചക്രമായിരുന്നു. മെസോപ്പൊട്ടാമിയയിലും സിന്ധു നദീതടത്തിലും ചക്രം മനുഷ്യജീവിതം മാറ്റിമറിച്ചു. വണ്ടികളുണ്ടായി, ഭാരം വലിക്കാൻ മനുഷ്യനും മൃഗങ്ങളും. എന്നാൽ വലിയ പ്രശ്നം ഒന്നു മാത്രമായിരുന്നു: ഭാരം കൂടുമ്പോൾ യാത്ര അസാധ്യമായി. അവിടെയാണ് മനുഷ്യൻ ഒരാശയം കണ്ടുപിടിച്ചത്. ചക്രം ഒരു പാതയിൽ ഓടിച്ചാലോ? 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ഖനികളിൽ മരം കൊണ്ടുള്ള പാതകളിൽ ഇരുമ്പു ചക്രങ്ങൾ ഓടിത്തുടങ്ങി. ഇതായിരുന്നു തീവണ്ടിയുടെ ആദ്യ നിശബ്ദ ചുവടുവെപ്പ്. 18-ാം നൂറ്റാണ്ട് ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ചൂടുപിടിക്കുന്നു. ഖനികളിൽ വെള്ളം നിറയുന്നു. അത് പുറത്തെടുക്കാൻ മനുഷ്യൻ കണ്ടുപിടിച്ചത് സ്റ്റീം എഞ്ചിൻ. 1712-ൽ തോമസ് ന്യൂകോമൻ, 1769-ൽ ജെയിംസ് വാട്ട്. വെള്ളം തിളപ്പിച്ച് ഉയരുന്ന നീരാവി ഇരുമ്പിനെ നീക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. 1804 റിച്ചാർഡ് ട്രെവിത്തിക്, ആദ്യ സ്റ്റീം ലോക്കോമോട്ടീവ്. വേഗം കുറവ്, പക്ഷേ ചരിത്രം മാറി. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ ഡാർലിംഗ്ടൺ പാത. ജോർജ് സ്റ്റീഫൻസൺ, ലോകമൊരു റെയിൽ പാതയാണ് എന്ന് തെളിയിച്ച മനുഷ്യൻ. ആദ്യമായി സാധാരണ ജനങ്ങൾ ഒരു യന്ത്രത്തിൽ കയറി ഒരു നഗരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്തു. ആൾക്കാർ പേടിച്ചു. ചിലർ പറഞ്ഞു, ഈ വേഗം മനുഷ്യ ശരീരത്തിന് അപകടമാണ്. എന്നാൽ ട്രെയിൻ മുന്നോട്ടു പാഞ്ഞു. തിരിച്ചു പോകാൻ മനുഷ്യ ചരിത്രത്തിന് കഴിഞ്ഞില്ല. റെയിൽ പാതകൾ പടർന്നു. യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക്, റഷ്യയിൽ സൈബീരിയൻ പാത. 1869 അമേരിക്കയിൽ ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ. കിഴക്കും പടിഞ്ഞാറും ഒന്നായി. വ്യാപാരം, യുദ്ധം, നഗരവത്കരണം എല്ലാം ട്രെയിനിന്റെ ചക്രങ്ങളിൽ കയറി. തീവണ്ടി രാജ്യങ്ങളുടെ ശക്തിയായി, സാമ്രാജ്യങ്ങളുടെ ആയുധമായി. 1853 ഏപ്രിൽ 16 മുംബൈ താനെ, 34 കിലോമീറ്റർ. ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ. ബ്രിട്ടീഷുകാർക്കിത് ഭരണസൗകര്യം, ഇന്ത്യക്കാർക്കോ ഒരു പുതിയ ലോകം. ഗ്രാമങ്ങൾ നഗരങ്ങളായി, വിപ്ലവങ്ങൾ പടർന്നു. സ്വാതന്ത്ര്യ സമരം പോലും റെയിൽവേ പാതകളിലൂടെ യാത്ര ചെയ്തു. തീവണ്ടി ഇന്ത്യയുടെ നാഡിയായി. കാലം മാറി. ഡീസൽ, ഇലക്ട്രിക്. ജപ്പാനിലെ ഷിൻകാൻസൻ, ഫ്രാൻസിലെ TGV, ഇന്ന് ബുള്ളറ്റ് ട്രെയിനുകൾ. എന്നാൽ ഒരു പുകമേഘമുയർന്ന ആ ആദ്യ ദിവസമില്ലായിരുന്നെങ്കിലോ? ലോകമൊരിക്കലും ഇങ്ങനെ ഓടിയെത്തില്ലായിരുന്നു. തീവണ്ടി മനുഷ്യന്റെ സ്വപ്നങ്ങൾക്ക് പാത വിരിച്ച മഹായന്ത്രം.